നിൽക്കുന്നത് പൂച്ചയാണെങ്കിലും അതൊരു ആനയാണെന്നേ മനോരമ പറയൂ. യാഥാർത്ഥ്യവും മനോരമയിലെ വാർത്തകളും തമ്മിൽ അത്രയ്ക്കുണ്ട് ചേർച്ച. പ്രത്യേകിച്ച് CPM-നെതിരെ എന്തും എഴുതിവിടുമ്പോൾ അതിൽ വസ്തുതയുടെ ഒരു കണിക പോലും ഉണ്ടാകരുതെന്ന് മനോരമയ്ക്ക് നിർബന്ധവുമുണ്ട്. കഴിഞ്ഞ ദിവസം കേരളമാകെ ചർച്ച ചെയ്ത വിഷയമാണ് ജൂനിയർ അഭിഭാഷകയെ സീനിയർ അഭിഭാഷകൻ അതിക്രൂരമായി മർദ്ദിച്ച സംഭവം. പ്രതി അഡ്വക്കേറ്റ് ബെയിലിൻ ദാസിനെ ഇന്നലെ പിടികൂടുകയും ചെയ്തു. കേസിൽ കൃത്യമായി പോലീസ് ഇടപെടുകയും സർക്കാർ മർദ്ദനമേറ്റ അഭിഭാഷക JV ശ്യാമിലിയെ ചേർത്ത് പിടിക്കുകയും ചെയ്തു. അപ്പോഴാണ് ഒരു കേന്ദ്രത്തിൽ നിന്ന് പല വഴികളിലൂടെ നുണപ്രചരണം തുടങ്ങുന്നത്. മനോരമ, മീഡിയ വൺ തുടങ്ങിയ UDF അനുകൂല മാധ്യമങ്ങളിലൂടെ പ്രതി ബെയിലിൻ ദാസിനെ ഇടതുപക്ഷക്കാരനാക്കി ചിത്രീകരിക്കാൻ തുടങ്ങി. വൈകാതെ പ്രതിപക്ഷവും ആ പ്രചരണം ഏറ്റുപിടിച്ചു. കയ്യിൽ കിട്ടുന്ന വിവരം ശരിയാണോ എന്ന് CPM-നും ഇടതുപക്ഷത്തിനുമെതിരെ വാർത്ത ചെയ്യുമ്പോൾ മനോരമയ്ക്ക് ശീലമില്ലാത്തതുകൊണ്ട് ഈ നുണപ്രചരണം സോഷ്യൽ മീഡിയയിൽ നിമിഷങ്ങൾക്കുള്ളിൽ തകർന്നടിഞ്ഞു. കോൺഗ്രസ് കുടുംബത്തിൽ ജനനം, ഇടയ്ക്കൽപ്പകാലം ഇടതുപക്ഷ അനുഭാവി, 2020 മുതൽ കോൺഗ്രസിന്റെ ശക്തനായ പ്രവർത്തകൻ, 2021 വഞ്ചിയൂർ കോടതിയിൽ ലോയേഴ്സ് കോൺഗ്രസ് പ്രതിനിധിയായി ബാർ അസോസിയേഷൻ മാനേജിംഗ് കമ്മിറ്റിയിലേക്ക് മത്സരിച്ചു തുടങ്ങി ബെയിലിൻ ദാസിന്റെ ചരിത്രവും വർത്തമാനവും എല്ലാം തെളിവോടെ പുറത്തുവന്നു. കുപ്രചാരണം ഏറ്റുപിടിച്ച കോൺഗ്രസ് അണികൾ ഒന്നടങ്ങി. പക്ഷേ മനോരമ പതിവ് തെറ്റിച്ചില്ല. തലേന്ന് ചാനലിലും ഓൺലൈനിലും പുറത്തുവിട്ട നുണ പൊളിഞ്ഞത് പിറ്റേന്ന് പത്രത്തിൽ മറ്റൊരു നുണയായി ഇറക്കി. ബെയിലിന്റെ രാഷ്ട്രീയ ബന്ധത്തിൽ പരസ്പരം പഴിചാഴി CPM-ഉം കോൺഗ്രസും എന്നാണ് തലക്കെട്ട്. അതിൽ മനോരമ പറയുന്നു, സൈന്യത്തിൽ നിന്ന് വിരമിച്ച ശേഷം നാട്ടിലെത്തിയ ബെയിലിൻ ആദ്യം ആം ആദ്മിയിൽ പ്രവർത്തിച്ചു, പിന്നീട് CPM-നൊപ്പമായി. ഇത്രയും മനോരമയ്ക്ക് ഉറപ്പാണ്. അതിനുശേഷം 2020 മുതൽ കോൺഗ്രസിൽ പ്രവർത്തിക്കുകയാണെന്ന വസ്തുത CPM-ന്റെ ആരോപണം മാത്രമാണ് മനോരമയ്ക്ക്. താൻ കോൺഗ്രസ് ആണെന്ന് വെട്ടിത്തുറന്നു പറഞ്ഞ, സോഷ്യൽ മീഡിയയിലൂടെ മുഖ്യമന്ത്രിയെയും LDF സർക്കാരിനെയും അപമാനിക്കുന്ന, ഉന്നത കോൺഗ്രസ് നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഈ പ്രതിയുടെ രാഷ്ട്രീയ തെളിവുകൾ നിറഞ്ഞു നിൽക്കുമ്പോൾ മനോരമയ്ക്ക് ഉറക്കെ പറയാനാകില്ല. ഒളിവിൽ പോയ ബെയിലിനെ പിടികൂടി സ്റ്റേഷനിലെത്തിച്ചപ്പോൾ പിന്തുണയ്ക്കാൻ എത്തിയത് കോൺഗ്രസ് പ്രവർത്തകരാണ്. ബെയിലിനു വേണ്ടി കോടതിയിൽ ഹാജരാകുന്നത് ലോയേഴ്സ് കോൺഗ്രസ് അഭിഭാഷകനും. ഇതെല്ലാം കൺമുന്നിലെ തെളിവുകളാണ്. അല്ലെങ്കിലും കോൺഗ്രസിന് കേടുവരുന്നതൊന്നും മനോരമയ്ക്ക് പറയാൻ പറ്റില്ലല്ലോ. ചാനലായ ചാനലുകൾക്കെല്ലാം KPCC പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് ഇറക്കിവിട്ടതിനെതിരെയും കോൺഗ്രസിൽ നിന്ന് തന്നെ പിന്നിൽ കുത്തിയവർക്കെതിരെയും K സുധാകരൻ വെട്ടിത്തുറന്നു പറഞ്ഞിട്ട് മനോരമയ്ക്ക് ഏതോ മൂലയ്ക്ക് കൊടുക്കാനുള്ള വാർത്തയാണ്. വായിച്ചാൽ സുധാകരൻ പോലും പൊട്ടിച്ചിരിക്കുന്ന വാർത്ത. ഇങ്ങനെ അടിമപ്പണി ചെയ്യാൻ ചെറിയ തൊലിക്കട്ടിയൊന്നും പോര മനോരമ.